ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പുഴയൊക്കെയല്ല കേട്ടോ, ഒന്ന് കുളിക്കാനല്ല പോണത്, വാഴത്തോട്ടത്തിലേക്കാണ് കേട്ടോ. വാഴത്തോട്ടത്തിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പോയിട്ടുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും പോണത്. ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ ഒരു 7:45 സമയമായിട്ടുണ്ട്. 7:45 അല്ല, 8 മണി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാഴത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഴത്തോട്ടം ഞാൻ അതിൻ്റെ മുൻപ് കാണിച്ചിട്ടുണ്ട്. അന്ന് വാഴകളൊന്നും കുലച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ കന്നാണ് അന്ന് നട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സ്വർണ്ണമുഖികളൊക്കെ കായ്ച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വാഴക്കൊലകൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വെട്ടാനുണ്ട്. അപ്പോൾ അച്ഛനെ അമ്മനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ നല്ല ചൂടാണ് ഈ ഭാഗത്ത്. വൈകുന്നേരമായാൽ നല്ല തണുപ്പും. അപ്പോൾ ചൂടായതുകൊണ്ട് അധികം കൊലകളും ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വെട്ടി അതിനെ അച്ഛനെ സഹായിക്കണം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഞാനൊരു റീൽസൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് വീട് പണി നടക്കുന്നുണ്ട്, അംഗൻവാടി ടീച്ചർക്ക്. അപ്പോൾ നല്ല പണിക്കാരൊക്കെ ഉണ്ട്. എന്താ മേട്ടുപ്പാളയം കുള്ളൻ വാഴ ഉണ്ടോ, അതെല്ലാം കുറേ വെട്ടിയിട്ടോ. കൊല കൊത്തുക എന്ന് പറയാം. ഇതല്ല അമ്മ ഇത് കുറേ വിറകുണ്ട്, അതൊക്കെ റെഡിയാക്കാൻ. മേട്ടുപ്പാളയംകുളം കണ്ടോ, അധികം ഹൈറ്റില്ലാതെ കുഞ്ഞു തൈ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമയം 8 മണി ആയിട്ടുള്ളൂ എങ്കിലും വെയിലിന് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഈ വെയിൽ കൊണ്ടാലേ നല്ല തലവേദനയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു തോർത്തുമുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കൃഷിത്തോട്ടത്തിൽ വന്നാൽ ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മുണ്ടിൻ്റെ കഷ്ണം കൊണ്ടുവരും. എന്നിട്ട് അത് തലയിൽ ഇങ്ങനെ കെട്ടും. എനിക്കാണെങ്കിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടണത് നല്ല രസമാണ്. ഈ പാടത്തൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നെല്ല് കൊയ്യുന്നത് കണ്ടിട്ട് നല്ല രസമല്ലേ. അങ്ങനെ മുണ്ടൊക്കെ കെട്ടി ഞാൻ റെഡിയായി. ഇപ്പോൾ ഒരു പണിക്കാരി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചായ, ഒരു ഗ്ലാസ് ചായയും ഒരു പുഴുങ്ങിയ പഴം കഴിച്ചാണ്ട് കേട്ടോ പോരുന്നേ. കോവക്കൊക്കെ നല്ല പറിച്ചതാ, പണിയുണ്ട്. നല്ല കോവക്ക ഉണ്ടായിരുന്നു അവിടെ, അതെല്ലാം പറിച്ച് അതിൻ്റെ കമ്പ് നാട്ടിയതൊക്കെ കുറേ വിറകുണ്ട്, അത് എടുക്കണം. പിന്നെ നല്ലത് എടുത്തിട്ട് പയറിന് താങ്ങിന് കൊണ്ടുപോകണം. പിന്നെ വാഴക്കുല കുറച്ച് വെട്ടാനുണ്ട്. അമ്മ അതാ അവിടെ പണിയെടുക്കുന്നു. ഇതാ മേട്ടുപ്പാളയം കുള്ളം കണ്ടോ. മേട്ടുപ്പാളയം കുള്ളൻ. ശരിക്കും കൃഷിത്തോട്ടത്തിലൊക്കെ വരുമ്പോഴേ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരണം. 6 മണി 6:30 ആകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, 6:30 ആകുമ്പോൾ പോവാം. പക്ഷേ ഞാൻ ചായയുടെ കഴിഞ്ഞപ്പോൾ 7:30 മണി വരെ. കൈയൊക്കെ നനഞ്ഞാണ്ടോ, അല്ല വെള്ളം അടിക്കുന്നുണ്ട്. ഇതിൽ നിറയെ കപ്പയാണ് കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പന്നി കുത്തിയത് കാണിച്ചല്ലോ. പന്നി കുത്തിമറിച്ച് ആകെ ഇതാക്കിയിരുന്നു. പന്നി കുത്തിയത് കാണിച്ചു തരാം. വലിയ പന്നിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, ഇതൊക്കെ പന്നി മാന്തിയതാണ് കേട്ടോ. അല്ലോ, ആകെ മാന്തി ഇരപ്പാക്കിന്. അതിലൊക്കെ നിറയെ ചിരങ്ങണ്ടമ്മ. ഈ ഇതല്ലേ നല്ല രസമുള്ള ഇത് പറഞ്ഞേ, ഈ പൂളയല്ലേ നല്ല പൂള പറഞ്ഞ്. ഇന്ന് വൈകുന്നേരം നമുക്ക് നല്ല പൂള ഉടച്ചതും കപ്പ ഉടച്ചതും ചിക്കനും, നല്ല രസമുണ്ടാവും. ചിക്കൻ്റെ കരളും പിന്നെ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലേ, അതായത് ചിക്കൻ പാർട്സ്, അതും പിന്നെ കപ്പ ഉടച്ചതും നല്ല ടേസ്റ്റാണ്. അതേപോലെ ചിക്കനും അതുപോലെ തന്നെ കപ്പയും പിന്നെ മീനിൻ്റെ തലക്കറി, വലിയ മീനിൻ്റെ തലക്കറി നല്ല ടേസ്റ്റ് അല്ലേ. അതേപോലെ അയില തലക്കറി നല്ല രസമാണ്.
അയിലത്തല അളിയനും കൊടുക്കാന്ന് പറയുന്ന കേട്ടില്ലേ. അച്ഛ പുഴയിൽ പോയതാ. ഞങ്ങളെ പോത്തും കുട്ടികളൊക്കെ കന്ന് കുട്ടികളൊക്കെ കെട്ടിയിടാൻ. വാഴക്കൊല വെട്ടട്ടെ അമ്മ. കത്തി ഇങ്ങോട്ട് തരും, ഞാൻ ഒടിഞ്ഞു തൂങ്ങിയ വാഴ ആ കൊലയൊക്കെ വെട്ടട്ടെ. വാഴക്കൊലൊക്കെ ഒടിഞ്ഞു തൂങ്ങി. നല്ല ഹൈറ്റുള്ള വാഴയാണ് സ്വർണ്ണമുഖി. ഒടിഞ്ഞു തൂങ്ങി. നല്ല ചൂട്, ഭയങ്കര ചൂടാണപ്പോൾ. ചൂടായതുകൊണ്ട് വാഴക്കൊലൊക്കെ ഒടിഞ്ഞു തൂങ്ങിയതാണ്. നിറയെ വെട്ടാനുണ്ട്, നിറയെ കൊത്താനുണ്ട്. വാഴക്കൊല കൊത്തുക. ഒരു കൊല പഴിപ്പിക്കണോ? അത് വെട്ടാലോ? അത് വെട്ടി. അച്ഛന് നമ്മൾ വെട്ടുന്നതൊന്നും പറ്റൂല. നിങ്ങൾ വെട്ടിയാൽ ശരിയാവില്ല, നിങ്ങൾ വെട്ടിയാൽ ശരിയാവില്ല. അറിയാം. കത്തിൻ്റെ ഒരു മൂർച്ച എന്താ! എന്തൊരു മൂർച്ചല്ല കത്തി. ആ നിങ്ങൾക്ക് നല്ലൊരു കത്തിയില്ലേ? ഇതെനിക്ക് പൊന്തണില്ല. വീഡിയോ എടുത്താണ്ട് ഈ കൊല എങ്ങാനും പൊട്ടി അച്ഛനടുന്ന് അച്ഛനെ പൊട്ടിക്കും. പൊന്തൂല പൊന്തൂല പൊന്തൂല. കനണ്ടല്ലോ. അത് മൂട്ടുണ്ടമ്മ. മൂട്ടുന്നല്ലേ? ഇന്നിത്തണ്ട് ആരാ പറഞ്ഞേ? ഇത് കനണ്ടാ, ഒതുക്കി പൊന്തൂല. എൻ്റെ അമ്മേ, എൻ്റെ അച്ഛോ, അത് കഴിയൂല. എൻ്റെ അമ്മ, ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന്. അച്ഛൻ പറ, എടി നിങ്ങളോട് ആരടി വെട്ടാൻ പറ. പാവം അമ്മ. എവിടെ വെച്ച്? അതാ ഞാൻ അവിടെ തന്നെ വെച്ച്. അച്ഛനോ പണിക്കാരുടെ ചീത്ത അറിയോ? കർഷകനല്ലേ മാഡം, കള പറിക്കാൻ ഇറങ്ങിയതാ. കേട്ടിട്ടില്ലേ? ഞങ്ങൾ കള പറിക്കാനല്ല, കൊല കുത്താൻ ഇറങ്ങിയതാണ്. ഇവരങ്ങനെ വരുമ്പോൾ എന്ത് രസമറിയാം. കിളികൾ, തണുത്ത കാറ്റ്. ഇപ്പം ഞാൻ കൃഷിക്കാരിയല്ലേ, നമുക്ക് എന്ത് ജോലിയും ചേരും. നമ്മൾ എന്ത് ജോലിയും ചെയ്യും. പേന പിടിക്കാൻ മാത്രമല്ല, നമുക്ക് ആയുധം പിടിക്കാനറിയാം. പേന കൊണ്ട് എഴുതാനറിയാം, കത്തി കൊണ്ട് വെട്ടാനും അറിയാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒടിഞ്ഞു തൂങ്ങിയ മൂത്ത കൊലകളെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അച്ഛൻ ഓരോന്ന് പറയുന്നുണ്ട്. മൂത്ത കൊല തന്നെയാണോ വെട്ടിയത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വെട്ടിത്തന്നാലേ അച്ഛന് ഒരു തൃപ്തിയാകുള്ളൂ. നമ്മളിപ്പോൾ എത്ര കാലമായിട്ട് കൃഷി ചെയ്യുന്നത് നമുക്കറിയില്ലേ അല്ലേ മൂത്ത കൊല ഏതാണ്? അച്ഛൻ പറയും, നിങ്ങൾ നോക്കിയാലൊന്നും ശരിയാവില്ല, ഞാൻ തന്നെ നോക്കണം. കൃഷീൻ്റെത് മൊത്തം അങ്ങനെ തന്നെയാണ് കേട്ടോ. പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും കപ്പയാണെങ്കിലും എല്ലാം. ഞങ്ങൾ നെല്ല് മാത്രമേ കൃഷി ചെയ്യാത്തുള്ളൂ. ഇതായിട്ടില്ല അല്ലേ? ഇതേ വലുപ്പത്തിൽ നല്ല വണ്ണത്തിൽ സ്വർണ്ണമുഖിയൊക്കെ. അല്ല, അപ്പോൾ വില ഉണ്ടോ? ഇപ്പൊ വില കുറവാ? വില കുറവാ? ഇപ്പോൾ പച്ചവാഴക്കൊലയ്ക്ക് 55-60 രൂപ നിരക്കിലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ മേട്ടുപ്പാളയംകുള്ള എന്ന് പറഞ്ഞ വാഴയ്ക്കാണ് അത്ര ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതെന്ന് അപ്പം അച്ഛൻ പറയുന്നത്. ആദ്യം സ്വർണ്ണമുഖിക്ക് നല്ല വില ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന് കുറച്ച് വില കുറവാണ്. വില ഇങ്ങനെ ഏറിയും കുറഞ്ഞ് അങ്ങനെ നിൽക്കും. വാഴക്കൊലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. പഴുത്തത് അങ്ങനെ 10-12 വാഴക്കൊല വെട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലത് കണ്ടോ, നല്ല വെയിൽ തട്ടിയിട്ടേ പിന്നെ പഴുത്ത് പോയിട്ടുണ്ട്. ഒരു 4 കായ് ഇതാ പഴുത്തിട്ടുണ്ട്. അപ്പോൾ വാഴക്കൊലൊക്കെ വെട്ടിയതൊക്കെ അങ്ങോട്ട് റോഡിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് വണ്ടി വരും, പിന്നെ വണ്ടിയിലാണ് അച്ഛൻ മാമ്പാട് കൊണ്ടുപോയി വിൽക്കുന്നത് കേട്ടോ. അമ്മ വാഴക്കൊലയായിട്ട് പോകുന്നു. എൻ്റെ അമ്മേ, സ്വർണ്ണമുഖി പൊന്തുന്നില്ല.
ഇത് നല്ല നീളമുള്ള വണ്ണമുള്ള കായായിരിക്കും കേട്ടോ. നല്ല പടല ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വാഴക്കൊലയൊന്നും വണ്ണമല്ല, അല്ല വലുപ്പമല്ല എന്നാണ് തോന്നുന്നത്. അതായത് പടല കുറവാണെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് തന്നെ പൊന്തണില്ല. ഇതിലേറെ വലിയ കൊലയായിരിക്കും കേട്ടോ ഇത്. നല്ല നീളമുണ്ട് വാഴയ്ക്ക്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത കന്നാണെന്നാണ് തോന്നുന്നത്, സ്വർണ്ണമുഖി. അമ്മയും അച്ഛനൊക്കെ 2-3 കൊലയൊക്കെ ആട്ടോ കൊണ്ടുപോകുന്നത്. തലയിൽ വെച്ചും കയ്യിൽ പിടിച്ചും ഞാൻ ഓരോ കൊല വീതമാണ് കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. നല്ല കനമുണ്ട്. അമ്മ പറയുന്നുണ്ട് കേട്ടോ, ഈ കൊലയൊന്നും തലയിൽ വെച്ച് കൊണ്ടുപോകണം, ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചോളാം. പക്ഷെ ഞാൻ സഹായിക്കാൻ കൂടിയതാണ്. കാരണം വെയിൽ നല്ല ചൂടായി വരികയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ സഹായിച്ചാൽ അത് വേഗം കഴിയുമല്ലോ. ഇപ്പോൾ റോഡിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ വണ്ടി വന്നാൽ അച്ഛൻ അതിലിട്ടിട്ട് മമ്പാട് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അപ്പോൾ വേഗം വേഗം അവരെ സഹായിക്കാം കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9 മണി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കാമ്പെടുക്കാനാ? മൈസൂരിൻ്റെതാ രസം. മൈസൂരിൻ്റെ കാമ്പാ രസം. നേന്ത്രവാഴൻ്റെ കാമ്പൊക്കെ ഉപ്പേരിയൊക്കെ, പക്ഷെ ഭയങ്കര നാരായിരിക്കും. മൈസൂർക്കായ പിന്നെ മൈസൂർക്കായൻ്റെതാണ്. മൈസൂർ വാഴൻ്റെ കാമ്പാണ് ഉപ്പേരി വയ്ക്കാൻ നല്ല രസമാണ്. വെറുതെ വയ്ക്കാനാണെങ്കിലും മുതിരട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. പിന്നെ വെറുതെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. വെറുതെ വയ്ക്കുമ്പോൾ നമ്മൾ അരി വറുത്ത് ഉഴുന്ന് പരിപ്പൊക്കെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നത്. கொஞ்சம் நீ பார்த்து சொல்லு, வந்தால காணலியே, അവ വந்தாല കാണലിയേ. മലവാഴത്തോപ്പല്ല ഇത്, ഞങ്ങളുടെ നാട്ടുവാഴത്തോപ്പ്. വാഴക്കൊലൊക്കെ വെട്ടി നേരെ വീട്ടിലേക്ക്. ഇന്ന് കുളിച്ചിട്ടില്ല. രാവിലെ 8 മണി ആകുമ്പോഴേക്കിന് 8:30 കുളി കഴിഞ്ഞതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത്. ഒരു പുഴയിൽ പോകാൻ പറ്റില്ല. പുഴയിൽ നല്ല വെയിലായിരിക്കും. ഇപ്പോൾ നല്ല കുത്തുന്ന വെയിൽ കൊണ്ട് ഞാൻ കറുത്ത് പോകും. ഇനി എന്ത് കറുക്കാൻ അല്ലേ. അപ്പോൾ ഇതാ വാഴക്കൊലൊക്കെ ഇതാ റോഡ് സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് അച്ഛൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞു കേട്ടോ. അമ്മ ദാ വർഗ്ഗം കൊണ്ടുവരുന്നു. വാഴക്കൊല വെട്ടിയതിൻ്റെ ബാക്കി എന്താ പറയുക, ബാക്കിയുള്ള കച്ചറകളില്ലേ, ചെറിയ ചെറിയ കായകൾ, അതെടുക്കാനാണ് ചാക്ക്. അത് ഞങ്ങൾക്ക് കൃഷിക്കാരത് അധികം അങ്ങനെ തന്നെ. കൃഷിക്കാർക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താ നല്ലതൊക്കെ കച്ചവടക്കാർക്കും അതിൻ്റെ കച്ചറകളും തരവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീട്ടുകാർക്കും. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി പോട്ടെ, ടാറ്റാ ബൈ ബൈ. അങ്ങനെ ആ വാഴക്കൊലകളൊക്കെ റോഡിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി വരും, അതിൽ കയറ്റിയിട്ട് അച്ഛൻ മമ്പാട് കൊണ്ടുപോയി വെക്കും. ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ വറകായിട്ട് മുന്നിൽ പോകുന്നു, ഞാനിതാ ഒന്നുമില്ലാതെ ബാക്കിലും പോകുന്നു. നല്ല വെയിലായി. 10 മണിയായി മക്കളെ, 10 മണിയായി. വീട്ടിൽ ചെന്നിട്ട് ഇനി നല്ലൊരു കുളി. അത് കഴിഞ്ഞിട്ട് ചായ എടുക്കല്ലോ. രാവിലെ ഒരു ഗ്ലാസ് ചായ ഒരു പുഴുങ്ങ പഴം കഴിച്ച് പോകുന്നതാണ്. വീട്ടിൽ വന്നൊന്നിരുന്നപ്പോൾ ഒരാൾ അധികാരത്തിൽ വന്ന് മടിയിൽ കയറിയിരിക്കുന്നത് കണ്ടോ. കോവയ്ക്കാണ് തിന്നുന്നത്. കോവയ്ക്ക കർമ്മൂസ. കുട്ടികൾ കോളേജിലേക്ക് പോകാൻ കുളിക്കാനേ. പിന്നെ അംഗനവാടി വീട്ടിൽ വന്നിട്ട് അകത്തേക്ക് കയറിയിട്ടില്ല. ഞാൻ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ദാ ഒരാൾ ഓടി വന്നിരുന്നാണ്ടോ. പൈങ്കിളിക്കുട്ടിയാണ് കേട്ടോ. അത് പൈങ്കിളിക്കുട്ടി. അപ്പോൾ അവർ അംഗൻവാടിക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. സാധാരണ രാവിലെ പുഴയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പോവാറുണ്ട്. അപ്പോൾ ഇന്ന് പോവാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കുളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ആരാ കുട്ടിയാ? ഇത് പപ്പൻ്റെ കുട്ടിയാ, അത് അമ്മായിൻ്റെ കുട്ടിയാ? പപ്പൻ്റെ കുട്ടിയല്ല, അമ്മായിൻ്റെ കുട്ടിയല്ല, അച്ഛമ്മേൻ്റെ കുട്ടിയാണല്ലോ. അച്ഛമ്മേൻ്റെ കുട്ടിയാ? ഇതല്ലേ അച്ഛമ്മ. ഓ, നിങ്ങൾ വലിയ വലിയ ആൾക്കാർ.